നമ്മൾ ഈ ക്രിസ്മസിന് ജർമ്മനി തന്നെ ഒരു സ്റ്റേക്കേഷൻ എടുത്ത് അടിച്ച് പൊളിച്ച് ഗൈസ്. ജർമ്മനി സ്വിറ്റ്സർലൻഡ് ബോർഡറിനടുത്ത് ഹ്യൂഫിംഗ് എന്നുള്ള സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്തത്. പോണ വഴിക്ക് നമ്മൾ ജർമ്മനിയിൽ ഫേമസ് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് എന്നുള്ള സ്ഥലം കാണാനും പോകും. പിന്നെ സ്വിറ്റ്സർലൻഡ് ബോർഡർ ആയതുകൊണ്ട് തന്നെ സുറിച്ചും റൈൻഫോൾസും കാണാൻ ഒരു വിടലങ്ങാട് വിടും. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഈ വീഡിയോയിലുള്ള ക്രിസ്മസ് ദിവസത്തെ അടിച്ചുപൊളികൾ. അപ്പോൾ ഗൈസ് ഹാപ്പി ജേർണി തമ്പി ചേട്ടാ, ഹാപ്പി ജേർണി. അങ്ങനെ നിറയെ ഞങ്ങൾ സ്ഥലം പിടിക്കാൻ പോവുകയാണ് ഗൈസ്. ജയമോള് കാട്ടിൻ്റെ ഉള്ളിലായിരിക്കും, ജാക്കറ്റുകളുടെ ഉള്ളിൽ. ഗൈസ് നീണ്ട 8 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇത് സ്റ്റുട്ട്ഗാർട്ട് എത്തിയിരിക്കുന്നു. മച്ചാമാരെ നമുക്കിനി 1 മണിക്കൂർ ഗ്യാപ്പുണ്ട്. ആ 1 മണിക്കൂർ ഗ്യാപ്പിൽ എല്ലാവർക്കും ഫ്രഷ് ആവണം. എല്ലാവരും ഭയങ്കര ടയർഡാണ്. ഞാനിവിടുത്തെ സ്പീഡ് ട്രെയിൻ കാണിച്ചു തരാം. ഗ്ലൂക്കോസ് പൊടി, ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഇവിടുത്തെ ഗ്ലൂക്കോസ് പൊടി. ഞങ്ങൾ വിളിക്കുന്ന പേരാണ് ICE. ഭയങ്കര സ്പീഡാണ് ട്രെയിൻ. ഇനി ഇവിടുന്ന് ട്രൈബർഗ് പോകണം. അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ. ചാ ചാ ഗൈസ്, ഇതാണ് നമ്മ പറഞ്ഞ സ്ഥലം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കണ്ടോ? ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ഇതാണ് എന്റെ മോനെ. ട്രെയിൻ പോയപ്പോ കണ്ട അപ്പുറത്ത് പൊന്നു മച്ചന്മാരെ, സ്നോയും ഈ സ്ഥലമൊക്കെ കണ്ട, ഈ ചെടിയൊക്കെ നിൽക്കണ നോക്കി, എന്ത് ഭംഗിയാണ് നോക്കി. ഒരു രക്ഷയില്ലട്ടാ. ഇതേ പോണു സ്നോ പോയിക്കൊണ്ട് പോണേ. ഇത് സ്നോയുടെ ഇടയിൽ വെള്ളച്ചാട്ടം. ആടി കഴിയുമ്പോളെ അതെ. എന്റെ പൊന്നു മച്ചന്മാരെ, അകത്ത് കയറി കഴിഞ്ഞപ്പോ മൊത്തം മരത്തിന്റെ കുറെ സ്റ്റാച്യൂസ്, ഇഷ്ടംപോലെ സാധനങ്ങൾ. തൂങ്ങിക്കിടക്ക് നോക്കി, നല്ല സൗണ്ട് കാണാൻ. ഇതേ രൂപം കണ്ടോ, ഇതെല്ലാം മരത്തിന്റെ ഉണ്ടോ. റിഫ്രഷ് കണ്ടോ ഈ സാധനം ഉണ്ടാക്കിയേക്കണ. എന്റെ പൊന്നു, എന്ത് ഭംഗിയാണ്. നല്ല പ്രായത്തിൽ കുത്തിയെടുക്കാൻ വടിയുമുണ്ട്. 17 യൂറോ. അതൊക്കെ ആവശ്യം വരും. ആയിരത്തിനൊക്കെ ഇപ്പൊ തന്നെ വേണം. ഈ സ്ഥലം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ മറ്റേ നോട്ട് ബുക്കില്ലേ, ആ കോളേജ് ബുക്കിന്റെ ബാക്കിൽ ഇങ്ങനെ കുറെ ഫോട്ടോ എപ്പോഴും കാണാറുണ്ട്. ഗൈസ്, ഇതാണ് ആ കുക്കു ക്ലോക്ക്. പല റേറ്റിലുള്ള കിട്ടുന്ന സാധനങ്ങളുണ്ട് ഇവിടെ. ഇത് നോക്കി, 809 യൂറോ. ഇത് 779 യൂറോ. എന്തൊരു റേറ്റ് ആണെന്ന് നോക്കി. പക്ഷെ കാണാൻ നല്ല കിട്ടില്ല കേട്ടോ, നല്ല ഭംഗിയാണ്. ഇവിടുത്തെ വൈൽഡ് വിസ്കിയാണ്, ബ്ലാക്ക് ഫോറസ്റ്റിന്റെ തന്നെ സ്വന്തം വിസ്കി. 200 ml 25 യൂറോ. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, അതിനകത്ത് സോക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന ക്രിഷ്വാസർ എന്ന് തന്നെ പറയാം. എന്താണ് ക്രിഷ്വാസർ? ബൈ. ഞാൻ പോണേ. ഇപ്പൊ കണ്ട ക്ലോക്ക് മൊത്തം ഈ കടയിലെ കേട്ടാ. കിട്ടില്ല ക്ലോക്കുകളായിരുന്നു. 8 ലക്ഷത്തിന് ക്ലോക്ക് വരേണ്ടത്. അത് വേൾഡ് ലാർജസ്റ്റ് കുക്കു ടവർ അന്വേഷിച്ചിരുന്ന പരിപാടിയാണ് കാണുന്നത്. ഈ സാധനം അന്വേഷിച്ചിട്ട് കുറെ നേരമായി. ഇവിടെ ജർമ്മൻസിന്റെ ഇത് വഴി ചോദിച്ചിട്ടുണ്ടല്ല, ഒരു മനുഷ്യനറിയാൻ പാടില്ല. ഇവിടുത്തെ ഇത്രയും വേൾഡ് ലാർജസ്റ്റ് ഒരു ക്ലോക്ക് ഇടുന്നതായിട്ട് ഈ സ്ഥലത്തേക്കുള്ള വഴി ഒരാൾക്ക് അറിയാൻ പാടില്ല. എന്തോരം ആൾക്കാർ നമ്മൾ ചോദിച്ചെന്നറിയോ? നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ സ്റ്റേഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം എത്തുമെന്നാണ് ഗൂഗിൾ അമ്മച്ചി പറഞ്ഞാക്കുന്നത്. ഗൈസ് നടന്ന് ക്ഷീണിച്ച് കുറെ നടക്കാണ്ട് ദൗത്യം ഏറ്റെടുത്തു പോയി. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പുറത്തേരിക്കാണ്ട് തിരിച്ചു പോരുന്നത്. പക്ഷെ നമ്മൊരു ദൗത്യം ഏറ്റെടുത്താണല്ലോ, അതൊന്ന് സാക്ഷാത്കരിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകുള്ളൂ. അവസാനം നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു. മണിക്കൂറുകൾക്ക് നടത്തത്തിന് ശേഷം നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇതാണ് വേൾഡ് ലാർജസ്റ്റ് കുക്കു ക്ലോക്ക്. അവന്റെ പൈസ ഇടും. പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ കുക്കൊടിക്കും. ഇടാൻ കൂടെ ആട്ടോ. ദേ ഈ ഡോറിന്റെ മുകളിൽ നിന്ന് കുക്കൊടിക്കും എന്നാ പറയണ. എവിടെ കുക്കോടാ? വന്ന് കുക്ക് വന്ന് അടച്ചടച്ച് 2 മണിക്ക് കുക്ക് പുറത്ത് വരും. വന്ന്
മച്ചന്മാരെ നമ്മ അങ്ങനെ അപ്പാർട്ട്മെന്റ് എത്തിയിരിക്കുന്നു. ഈ അപ്പാർട്ട്മെന്റിലാണ് നമ്മൾ കയറേണ്ടത്. എന്റെ പൊന്നു പൊളി സ്ഥലം, എന്റെ പൊന്നി. ഈ റൂമൊക്കെ നമുക്ക് കിട്ടി. ഈ റൂമൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർന്നോടെ കിട്ടി. ഇതെന്താ സംഭവം? ഇതേ മച്ചി ഫുൾ സെറ്റപ്പ് കൈസ്. ഗൈസ്, ഞങ്ങൾ സ്വിറ്റ്സർലാൻഡ് എത്തിയിരിക്കുന്നു. ഒരു ചാട്ടം ചാടി കഴിഞ്ഞാൽ അപ്പുറത്ത് ജർമ്മനിയാണ്, ഇപ്പുറത്ത് സ്വിറ്റ്സർലാൻഡ്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഫൈൻ അടിക്കും. പിന്നെ നമ്മള് ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഇവിടുന്ന് സുറിച്ചിലേക്ക് പോകാൻ പോണേണ്. ഇപ്പൊ കറക്റ്റ് ജർമ്മനിയുടെ ബോർഡർ എൻഡായി. ഇനി ഇവിടുന്ന് വേണം സുറിച്ചിലേക്ക് പോകാൻ. ഓക്കെ, സ്വിറ്റ്സർലാൻഡിലെ എക്സ്പെൻസീവ് ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഒരു ടിക്കറ്റിന് 40 യൂറോ. ഡേ ടിക്കറ്റ് എടുത്താൽ ഗൈസ്. ഈ ട്രെയിൻ നോക്കി, എന്ത് ഭംഗിയാണ് നോക്കി. ഈ ട്രെയിനിലാണ് നമ്മൾ സ്വിറ്റ്സർലൻഡിലേക്ക് പോണത്. മച്ചന്മാരെ, നമ്മൾ സുറിച്ച് ബാനോഫ് എത്തി. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോണത്. അത് എങ്ങാനാ നമുക്കറിയാൻ പാടില്ല. എന്നാലും നമ്മൾ എവിടെയെങ്കിലും നോക്കിയിട്ട് പോകും. പക്ഷെ ആദ്യത്തെ പരിപാടി ഫുഡ് കഴിക്കലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കബാബ് ഷോപ്പ് കണ്ടു. ഇവിടെ ആകെ ലാഭത്തിൽ കഴിക്കാൻ പറ്റുന്ന സ്ഥലം അത് മാത്രമാണ്. ഇതാണ് നമ്മൾ അന്വേഷിച്ച കബാബ് ഷോപ്പ്. ഇവിടെ വന്നിട്ട് റേറ്റ് ഞെട്ടി. 15 യൂറോ ആണ് ഒരു കബാബിന് ഇവിടെ കൊടുക്കേണ്ടത് സ്വിറ്റ്സർലൻഡിൽ. എൻ്റെ പൊന്നോ, നമ്മ ഇപ്പൊ മഗ്ഡി പോകാന്ന് വിചാരിച്ചു. മഗ്ഡിയിൽ 10 യൂറോ, 5 യൂറോ അപ്പോഴും ലാഭമാണ്. എന്നാലും 15 യൂറോ ഒരു കബാബിന്. ജർമ്മനിയിൽ ആകെ 7 യൂറോ ഉള്ള ഒരു കബാബ് സ്വിറ്റ്സർലൻഡിൽ വന്നപ്പോൾ 15 യൂറോ. ഇതാണ് മക്കളെ സുറിച്ച്. സുറിച്ചിന്റെ ഓൾഡ് ടൗൺ. സുറിച്ചിന്റെ ഓൾഡ് ടൗണിൽ കൂടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന മലനിരകളാണ് ആൽപ്സ്, സ്വിറ്റ്സർലൻഡ് ആൽപ്സ്. നമ്മൾ നിൽക്കുന്നത് സുറിച്ചിൽ. ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് അവിടം വരെ പോകണം ആൽപ്സ് കാണാൻ. ഇന്നിവിടെ ബോട്ട് സർവീസ് ഒന്നും ഇല്ല. ക്രിസ്മസ് ആയതുകൊണ്ട് അവധിയാണോ. എന്നാ ഭംഗിയാ. സെറ്റാക്കട്ടെ. സ്വിറ്റ്സർലൻഡ് റെയിൻ ഫാൾസ്. മറ്റേ ബസ്സിനാണ് റെയിൻ ഫാൾസിലേക്ക് പോകണം. അതാവുമ്പോൾ നമുക്ക് അതിന് മുമ്പിൽ ഇറങ്ങാം. പക്ഷെ ഇത് മറ്റേ ഓപ്പനഫിന്ന് കുറച്ച് നേരം നടക്കാനുണ്ട്. മച്ചന്മാരെ നമ്മൾ ബസ് ഇറങ്ങി. ഇത് ഇവിടെ നോക്കുമ്പോഴല്ല റെയിൻ ഫാളിന്റെ ഒരു അറ്റം കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വീട് 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 വീടാ വീട്ടെ വിട്ടോ വിട്ടോ വീട് വിട്ടോള് വിട്ടോള് വിട്ടോള്. ഞാൻ ഫോട്ടോ പുളി 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 പുളി. എന്റെ മൂസാല നോക്കി. നമ്മളെ ടോപ്പിൽ നിന്നാണ് നടന്നിറങ്ങി വന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി 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 ഇത് അവിടെ എത്തണം. അവിടെ എത്തുമ്പോൾ നമുക്ക് കറക്റ്റ് വ്യൂ പോയിന്റ് കിട്ടണത്. കാരണം ഇവിടെ നിന്ന് നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇപ്പൊ മറ്റേ വെള്ളത്തിന്റെ കളർ നോക്കി. അടി മൊത്തം നല്ല പ്യൂറായിട്ട് കാണാം. ഇതേണ്ട നീണ്ടു തുറന്ന് കിടക്കണ ഇങ്ങനെ ഫോൾസ്. ഇതാണ് മക്കളെ റെയിൻ ഫാൾസ്. പിന്നെ പള്ളിയൊക്കെ ഇരിക്കുന്ന ചുപ്പുണ്ട മുകളിൽ. നല്ല അടിപൊളി കൂടുതൽ തണുപ്പുണ്ട് ഇവിടെ. തണുപ്പ് കൈയൊക്കെ മരവിച്ച് വന്നിറങ്ങിയിരിക്കണം. ഇതാ മുകളിൽ നിന്ന് ആൾക്കാർ നടന്നിറങ്ങിയാണ്. അവിടെ നിന്നാണ് നമ്മൾ നടന്നിറങ്ങി വന്നത്. ഗൈസ്, നമ്മൾ റെയിൻ ഫാൾസ് കണ്ടിറങ്ങി. ഇവിടെ കണ്ട ഇതിന്റെ ബാക്കിൽ കണ്ട റെയിൻ ഫാൾസ്. ഇപ്പോൾ നമ്മൾ അടുത്ത ട്രെയിനായി വെയിറ്റ് ചെയ്യുന്നു. ഇന്നത്തെ കൂടെ ഉള്ളൂ. ഇവിടെ നമ്മൾ ഇന്ന് തിരിച്ചു പോണേ. ഇവിടെ നമുക്കിനി സ്റ്റുട്ട്ഗാർട്ടിലേക്ക് ട്രെയിൻ, സ്റ്റുട്ട്ഗാർട്ടിൽ പിന്നെ ബെർലിനിലേക്ക് ട്രെയിൻ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്തത് കാണുന്നവരെ ചൂസ്.